എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടന്നു. LDF ഗവൺമെൻറ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വൻ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരുന്നത്. വരുന്ന ആളുകൾക്ക് ഇരിക്കുവാനായിട്ടുള്ള പ്രത്യേക കസേരകൾ, വരുന്നവർക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ, അതുമാത്രമല്ല ശക്തമായ ഒരു പോലീസ് സമൂഹത്തെ തന്നെ അവിടെ വിന്യസിച്ചിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി നടത്തിയ ഈ ആഗോള അയ്യപ്പ സംഗമം അതൊരു വൻ പരാജയമായിരുന്നു എന്നാണ് ഇപ്പോൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 4245 പേർ രജിസ്റ്റർ ചെയ്ത ഈ പ്രോഗ്രാമിൽ എത്തിയത് 623 പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ള വാർത്ത. മാതൃഭൂമി ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 3500-ലധികം കസേരകൾ ആളില്ലാതെ ഒഴിഞ്ഞു കിടന്നു. അതിലിരിക്കാൻ പോലും ആളുകളില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ശക്തമായ പോലീസ് സേനയും ഒക്കെ ഉണ്ടായിട്ടും തങ്ങളുടെ പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിലുള്ള ആളുകളെ പോലും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിൻ്റെ അകത്തേക്ക് ആളുകൾ എത്തിയില്ല. വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം 50 വയസ്സിന് ശേഷവും 10 വയസ്സിന് താഴെയുള്ളവർക്കുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ 10 വയസ്സിന് ശേഷവും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ ശബരിമലയെ പ്രവേശിപ്പിച്ച് അവിടെ ആചാര ലംഘനങ്ങൾ നടത്തുവാൻ ഈ പാർട്ടി പരിശ്രമിച്ചു എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. അതിന് പറയുന്നത് സ്ത്രീ സമത്വം വേണമെന്നുള്ളതാണ്. എന്നാൽ ഓരോ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, ഓരോ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ആചാര രീതികളുണ്ട്. എന്നാൽ കേരളത്തിൽ ഭൂരിപക്ഷമുള്ള ഈ ഹൈന്ദവ സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആചാര ലംഘനം നടത്തിയതിലൂടെ ഒരു വലിയ ഗുരുതരമായ തെറ്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനൊരു പ്രതിവിധി എന്നോണം, അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം എന്നോണം ആഗോള അയ്യപ്പ സംഗമം നടത്തി ആളുകളെ ഒന്നിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അയ്യപ്പ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഒരു പരിധിവരെ ആളുകൾ ഇതിനെ കണ്ടത്. ഇടതുപക്ഷം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവർ നിരീശ്വരവാദികളാണെങ്കിലും ദൈവമില്ല എന്നുള്ള സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും പതുങ്ങിയും പള്ളിയിലും അമ്പലങ്ങളിലുമൊക്കെ പോകുന്നവരാണ്. അപ്പോൾ നിരീശ്വരവാദികൾ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ ഈശ്വരവിശ്വാസികളായതുകൊണ്ട് ഈ പള്ളികൾ അത് പ്രാധാന്യമർഹിക്കുന്നു. എന്തായാലും സഖാവ് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും വലിയ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും പ്രതീക്ഷിക്കാത്ത ആളെ കിട്ടാതെ വന്നത് ഇത് ഈ ഇടതുപക്ഷത്തിന് ഒരു വലിയ നാണക്കേടിന് കാരണമായി തീർന്നു. പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും BJPയും ഇത് ഒരു വലിയ ആയുധമാക്കി തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇത് അയ്യപ്പ കോപമാണ്, അല്ലെങ്കിൽ അയ്യപ്പ ശാപമാണ് എന്ന് പോലും ഒരുപക്ഷെ പറയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു പ്രോഗ്രാം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് നല്ല കാര്യമാണ്. കാരണം സമൂഹങ്ങളെ ഒന്നിപ്പിക്കാനും അതുമാത്രമല്ല ഒരു ഐക്യത ഉണ്ടാക്കുവാനും ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതൊരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ അത് ജനങ്ങളിൽ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അതുമാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു രീതിയുണ്ട്. എന്നാൽ രാഷ്ട്രീയ പാർട്ടി അത് മതത്തിലേക്ക് കയറുമ്പോൾ, മതത്തിൻ്റെ അകത്തേക്ക് കൈയടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ മതം വേറെ, പാർട്ടി വേറെ. മതവും വിശ്വാസവും അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. എന്നാൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് എന്ന് പറയുന്നത് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുവാൻ അവർ ഉത്സാഹിച്ചു എന്നുള്ളതാണ്. അത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. ഒരിക്കലും മറ്റൊരു മതത്തിൻ്റെ ആചാര രീതികളിലേക്ക് കൈകടത്തേണ്ട ആവശ്യങ്ങൾ ഒരു പാർട്ടിക്കുമില്ല. എന്നാൽ അവരത് ചെയ്തിരിക്കുന്നു. എന്നാൽ അത് സതുദ്ദേശത്തോടു കൂടിയാണോ ചെയ്തത്? സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണം അല്ലെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ? അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അമ്പയെ പരാജയപ്പെട്ട ഈ ആഗോള അയ്യപ്പ സംഗമം ഇത് LDF ഗവൺമെൻറ്റിന് ഒരു വലിയ നാണക്കേടിന് കാരണമായി തീർന്നു. ആളുകൾ എത്തിയില്ല, ജനങ്ങൾ ഈ പരിപാടിയിൽ സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഈ പരിപാടിയോട് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. എന്തായാലും ഇതൊരു തുടക്കമാണ്. ഇങ്ങനെയൊരു പരിപാടി തുടങ്ങി വെച്ചത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. കാരണം ഇതിൻ്റെ ഒരു 2ാം വാർഷികമായിട്ട് അടുത്ത വർഷവും 3ാം വാർഷികമായിട്ട് പിന്നീടും നടത്തുമ്പോൾ അത് ഇങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു ഐക്യതയ്ക്ക് കാരണമായി തീരും എന്നു മാത്രമല്ല, ഈ ദൈവമില്ല എന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇത് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഈശ്വര വിശ്വാസം കടന്നു വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും മന്ത്രിമാർക്കുമെല്ലാം ഒരു ദൈവിക വിശ്വാസം അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസം കടന്നു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ദൈവമുണ്ട്, അത് ആരുമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ, ദൈവമുണ്ട് എന്നും നിരീശ്വരവാദത്തിൽ തുടർന്നു പോയാൽ ജനങ്ങൾ കൂടെ നിൽക്കില്ല, ഭൂരിഭാഗം ആളുകളും ഈശ്വരവിശ്വാസികളാണ് എന്നുള്ളൊരു ചിന്ത ഭരിക്കുന്നത് നല്ലതാണ്. അതിലുപരിയായി ഈ പറയപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈശ്വരവിശ്വാസികളായി തീരുന്നതിൽ വലിയ സന്തോഷവും തോന്നുന്നു. എന്തായാലും ഇതൊരു വലിയ പരാജയമായിട്ട് ഇപ്പോൾ തോന്നുന്നുവെങ്കിലും അതൊരു പരാജയമായി കാണാതെ അടുത്ത വർഷം ഇത് ചെയ്താൽ ഒരുപക്ഷെ ഈ നാണക്കേടിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒഴിഞ്ഞ കാലി കസേരകൾ കാണുമ്പോൾ അത് പ്രതിപക്ഷത്തിനും മറ്റ് ഇതര വ്യക്തികൾക്കും അത് പറഞ്ഞ് ചിരിക്കാനായിട്ട് അല്ലെങ്കിൽ കളിയാക്കാനായിട്ട് ഒരു അവസരമായി തീരും എന്ന് മാത്രമാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പാർട്ടിക്കാരെയെങ്കിലും ഈ കസാരകളിൽ ഇരുത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു നാണക്കേടിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.